ഹായ് ഡിയർ ചിൽഡ്രൻ, നമ്മുടെ അടുത്ത ചാപ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ്. എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് വളരെ നന്നായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് +1 ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഇതേ പേരിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. വളരെ ജെഇക്കൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ആൻസർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. അതിൽ നിന്ന് ഒരു 80% എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവർ ടച്ച് ചെയ്യും. ചിലപ്പോൾ 90% വരെയൊക്കെ പോകാറുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ. ചിലപ്പോൾ എക്സാക്ട് ക്വസ്റ്റ്യൻസ് വരും, ഫിഗർ പോലും വ്യത്യാസമില്ലാതെ. പിന്നെ സെയിം കോൺസെപ്റ്റാണ്. ഓൾമോസ്റ്റ് 100% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റാണ്. വേറെ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല. നമ്മൾ അതെല്ലാം കവർ ചെയ്യും. ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 numbers are in AP. Have the sum 30. What is its middle term? 3 numbers ആണെങ്കിൽ let the numbers are, നമ്മൾ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. A - D, A, A + D. 3 നമ്പേഴ്സ് ആണെങ്കിൽ. 4 നമ്പേഴ്സ് ആണെങ്കിൽ A - 3D, A - D, A + D, A + 3D. 5 നമ്പേഴ്സ് ആണെങ്കിൽ A - 2D, A - D, A, A + D, A + 2D എന്ന്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. സാധാരണ 3 നമ്പേഴ്സൊക്കെയാണ് ചോദിക്കാറ്, പക്ഷേ 4 നമ്പേഴ്സിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല, അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? A - D, A + D ആണ്. ഇതാണ് മിഡിൽ നമ്പർ. എ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ സം നമുക്ക് തന്നിട്ടുണ്ട്. A - D + A + A + D. ഇതിൻ്റെ സം, ഈ 3 നമ്പേഴ്സിൻ്റെ സം അത് 30 ആണ്. അപ്പോൾ +D - D ക്യാൻസൽ ആവും. A + A + A. 3A = 30 ആണ്. A = 10. മിഡിൽ ടേം ആണ് A, ഒരു സംശയമില്ല. ആൻസർ ഈസ് 10. ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. K+7, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. K+7, 2K - 2 and 3K, 2K - 6 are 3 consecutive terms of an AP. അപ്പോൾ നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ട്. A, B, C ആർ ഇൻ AP ആണെങ്കിൽ 2B = ഫോർമുല A + എന്ന് പറയാം. മിഡിൽ ടേം A + എന്ന് പറയാം. അല്ലെങ്കിൽ മിഡിൽ ടേം B = A + D/2 എന്നും പറയാം. ഇവിടെ ഇത് A ആയിട്ട് അസ്യൂം ചെയ്യുക. ദിസ് ഈസ് B, ദിസ് ഈസ് C. അപ്പോൾ നമുക്ക് 2B = A + C. അപ്പോൾ 2 × അല്ലെങ്കിൽ ഏതൊരു കൊടുക്കാം. ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം. 2 × 2K - 2 that is equal to K+7 + 2K + 6 എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് 4K - 4 = ഇത് എത്ര? 3K + 13 എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത് അപ്പുറത്തേക്ക് എടുക്കാം. 4 അങ്ങോട്ടേക്ക് എടുക്കാം, 3K ഇങ്ങോട്ടേക്ക് എടുക്കാം. 4K - 3K = 4 + 13 17 വരും. 4K - 3K K അല്ലേ? K = 17. 17 is the answer. ഒരു സംശയമില്ല, അത് തന്നെയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്കല്ലേ. ഓക്കെ, the common difference of the AP. ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി. A, B, C ആർ ഇൻ AP ആണെങ്കിൽ B - A കോമൺ ഡിഫറൻസ് ആണ്. അത് തന്നെയായിരിക്കും C - B, രണ്ടും തന്നെയാണ്. B - Aയും കോമൺ ഡിഫറൻസ് ആണ്. അതായത് സക്സീഡിങ് ടൈം മൈനസ് ജസ്റ്റ് പ്രിസീഡിങ് ടൈം. B - Aയും C - Bയും കോമൺ ഡിഫറൻസ് ആണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 - 4x/2x - 1/2x = നമുക്കത് എന്ത് കൊടുക്കാം? ഇതാണ് കോമൺ ഡിഫറൻസ്. ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി AP 1/2x - അപ്പോൾ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കോമൺ ഡിഫറൻസ് ഓഫ് ദി AP. ഇവിടെ A1. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാലോ. എത്ര വരും? അപ്പോൾ ഇതാണ് കോമൺ ഡിഫറൻസ് D.
അല്ലെങ്കിൽ സി ഡി എന്നൊക്കെ പറയാം, സി ഡി എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഡിനോട്ട് സെയിം ആണ്. അപ്പോൾ 1 - 4x - 1/2x എടുക്കാം. അപ്പോൾ 2 - 2x/2x എടുക്കാം. ഇതേപോലെ എടുക്കാം. 2 - 2x/2x ഇതേപോലെ എടുക്കാം. 12 അല്ല, 1 - 1 അല്ലേ, ഇത് കട്ടായി പോകില്ലേ, 1 - 1 കട്ടായി പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? -4x -4x/2x, എക്സ് കട്ടായി പോകും. -2 is the answer. -2 is the answer. ഓക്കെ, -2 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഒരു സംഭവം -2 is the answer ചോദിക്കാറുണ്ട്. കോമൺ ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ x 2x + 7 are 3 consecutive terms of an AP, then the value of x. ഇത് കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ ABC കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ 2B = A + C ആണ്. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഇത് A, ഇത് B, ഇത് C ആണ്. അപ്പോൾ 2x + 9 = x + 4x + 3 ആണ് അല്ലെ. അതിന്റെ ഡബിൾ 2B, 2 × 2x + 9 = x + 4x + 3 ആണ്. അപ്പോൾ 4x + 18 = 5x + 3 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് 18 - 3 = 5x - 4x നോക്കാം. 3 ഇങ്ങോട്ടേക്ക് എടുത്ത് 4x അങ്ങോട്ടേക്ക് എടുത്ത് 18 - 3 എത്ര? 15 = x ആണ്. x is equal to 15. x is equal to 15 is the answer. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The common difference of the AP whose nth term is given by ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. an is equal to nth term ഈ ഫോം ആണെങ്കിൽ, സപ്പോസ് സം nth term എന്ന് പറയുമ്പോൾ നമുക്ക് Tn is equal to സം a + 3n ഫോം ആണെങ്കിൽ എപ്പോഴും n-ന്റെ കോഎഫിഷ്യന്റ് ആണ് CD. ഇപ്പൊ 3n ആണെങ്കിൽ 3 ആയിരിക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു സംഭവം, Tn ഈ ഫോമിലാണ് നിങ്ങൾക്ക് Tn തന്നിട്ടുള്ളതെങ്കിൽ, ഈ ഫോം ഷോർട്ട് കട്ട് ആണല്ലോ, ഈ ഫോമിലാണ് Tn തന്നിട്ടുള്ളതെങ്കിൽ എപ്പോഴും n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കോമൺ ഡിഫറൻസ്. CD = 3 ആയിരിക്കും. അത് ഷോർട്ട് കട്ട് ഫോർമുലയാണ്. നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യാം. A1 = 3 × 1 + 7 എത്ര വരും? 10 വരും. A2 = 3 × 2 + 7 എത്ര വരും? 13 വരും അല്ലെ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ A2 - A1 ആണ്. 13 - 10 again 3 വരും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഒരു സമയം കളയണ്ട. ഈ ഫോമിലാണ് നിങ്ങൾക്ക് Tn nth ടേം തന്നിട്ടുള്ളതെങ്കിൽ n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. അതൊരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. അടുത്ത് നോക്കാം അല്ലേ. അടുത്ത ദിവസം ABC form an AP with a common difference D, then the value of A - 2B - C is equal to. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ABC ഫോം ആൻഡ് AP ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? A - 2B - C ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ABC ഫോം ആൻഡ് ABC are in AP. അപ്പോൾ ഇവിടെ വിത്ത് കോമൺ ഡിഫറൻസ് D ആണ്. ഓപ്ഷൻസിൽ പ്രത്യേകം നോക്കാം. അപ്പോൾ ഇവിടെ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A + കോമൺ ഡിഫറൻസ് ആണ്. C എന്ന് പറഞ്ഞാൽ A + 2 times D ആണ്. D + D വരും. കാരണം B - D ആണ്, C - B ആണ്, 2 D വരും. ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻസിന്റെ പ്രത്യേകത നോക്കാം. ഓപ്ഷൻസിൽ ഒരു ഓപ്ഷനിലും ആരില്ല? ബിയോ സിയോ ഇല്ല. അത് എലിമിനേറ്റ് ചെയ്താൽ മതി. ബിക്ക് C + D കൊടുക്കുക, സിക്ക് ഇതും കൊടുക്കുക. അപ്പോൾ
എ മൈനസ് ടു ഇൻറ്റു ബിക്ക് നമുക്ക് ഇത് കൊടുക്കാം എ പ്ലസ് ഡി എന്ന് കൊടുക്കാം. സിക്ക് നമുക്ക് എ പ്ലസ് ടു ഡി എന്ന് കൊടുക്കാം. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. എ മൈനസ് ടു എ മൈനസ് ടു ഡി മൈനസ് എ മൈനസ് ടു ഡി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എയും മൈനസ് എയും കൂടി ക്യാൻസൽ ആയി പോകും. എയും മൈനസ് എയും കൂടി ക്യാൻസൽ ആയി പോകും. ബാക്കി മൈനസ് ടു എ വരും, മൈനസ് ഫോർ ഡി വരും. മൈനസ് ടു എ മൈനസ് ഫോർ ഡി. അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് എന്തൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് എലിമിനേറ്റ് ചെയ്താൽ മതി. അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ടേം ഓഫ് ദ എ പി, ഇത് എ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. √7, √28, √63 എക്സെട്ര. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം. സി ഡി എന്ന് പറഞ്ഞാൽ √28 ബൈ √7 ആണ്. അപ്പോൾ √7 × 4 ബൈ √7 ആണ്. അപ്പോൾ √7 × √4 ബൈ √7 ആണ്. അപ്പൊ 2√7 ബൈ √7 ആണ്. 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര വരും? അപ്പോൾ ഇത് സോറി എ പി അല്ലേ, ഞാൻ ജി പിയുടെ കോൺസെപ്റ്റിലേക്ക് പോയിട്ടാണ്. ഇത് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം. എ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ √28 മൈനസ് √7 ആണ്. അപ്പോൾ √4 × 7 മൈനസ് √7 ആണ്. 2√7 മൈനസ് √7 ആണ്. ദാറ്റ് ഈസ് √7 ആണ്. ദാറ്റ് ഈസ് √7 ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് √7 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇപ്പോൾ 1 2 3 നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടൈം. നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടൈം ആണ്. അപ്പോൾ A4 ആണ് നമുക്ക് വേണ്ടത്. A4 എന്ന് പറഞ്ഞാൽ A3 പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. A3 എത്രയാണ്? √63 പ്ലസ് √7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √9 × 7 പ്ലസ് √7 ആണ്. ദാറ്റ് ഈസ് 3√7 പ്ലസ് √7 ആണ്. ദാറ്റ് ഈസ് 4√7. 4√7 എന്ന് പറഞ്ഞാൽ √112 ആണ്. √112 എന്ന് പറഞ്ഞാൽ √16 × 7 ആണ്. 16 × 7 ആണ് 112. അപ്പോൾ √16 × √7 4√7. 4√7 √112 എന്ന് പറഞ്ഞാൽ 4√7 തുല്യമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം എടുത്ത ജി പിയുടെ കോൺസെപ്റ്റാണ്. ജി പി പെട്ടെന്ന് ജി പി അറിയാണ്ട് ജി പിയിലേക്ക് പോയതാണ്. എ പി ആണെന്ന് ശ്രദ്ധിച്ചില്ല. എ പി ആണ് കേട്ടോ. ഓക്കെ, ജി പി നിങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ. ഓക്കെ, ജി പി നമുക്ക് +1 ലെവലിലാണ് ജി പി പഠിക്കാനുള്ളത്. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. k+2 4k - 6 and 3k - 2 are 3 consecutive terms of an AP. Then the value. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. എ ബി സി ആർ ഇൻ എ പി, then 2b = a+c. അപ്പോൾ ഇത് എ, ഇത് ബി, ഇത് സി ആണ്. 2 × 4k - 6 = k+2 + 3k - 2. 8k - 12 = 3k അല്ലേ? 3k അല്ലേ? 3k + 2 3k. യെസ്, +2 - 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ 8k - 3k = 12. 8k - 3k 5k. 2 ടൈംസ് അല്ലേ? 4k - 6 8k - 12 = k+2 + 3k - 2 ആണ്. ഇവിടെ 3k - 2 ആണ്. അപ്പോൾ ഇവിടെ 4k വരും കേട്ടോ. 4k വരും. 4k വരും. ഇവിടെ 4 ആണ്. ഇത് 4 ആവും, ഇതും 4 ആവും. 4k = 12. k = 12/4. That is 3. 3 is the answer. 3 is the answer.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ ഇവിടെ അത് തന്നെ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. അപ്പോൾ 2b ഈക്വൽ ടു എ പ്ലസ് സി ആണ്. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു -5/7 പ്ലസ് 2 ആണ്. 2 ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു LCM 7 ആണ്. -5 പ്ലസ് 14 ആണ്. ദാറ്റ് ഈസ് 9/7 ആണ്. അപ്പോൾ a ഈസ് ഈക്വൽ ടു 9/7 × 2 വരും, 9/14 വരും. 9/14 is the answer. 9/14. 9/14 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. Which of the following is not an AP? Which of the following is not an AP? അത് നമുക്ക് ഓരോന്നിൻ്റെയും ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കാം. കോമൺ ഡിഫറൻസ് 0.8 മൈനസ് -1.2, 0.8 പ്ലസ് 1.2 ദാറ്റ് ഈസ് 2.0. ഇനി ഇതും കൂടി നോക്കാം. 2.8 മൈനസ് 0.8 that is 2. That is 2. -0.8 minus 0.8 2.0 ആണ്. 2.8 0.2 ആണ്. അത് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, നോട്ട് ആൻ AP ആണ്. ഇത് AP ആണ്. ദിസ് ഈസ് AP. ഇത് AP ആണ്. രണ്ടും തുല്യമാണ് അല്ലേ. അതായത് A2 മൈനസ് A1 ഈക്വൽ ടു A3 മൈനസ് A2. അതാണ് D. അത് ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് തെറ്റായതാണ് വേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. 3 പ്ലസ് √2 മൈനസ് 3 √2 ആണ്. ഇനി ഇതും കൂടി ചെക്ക് ചെയ്യാം. 3 പ്ലസ് 2√2 മൈനസ് √2. 3 പ്ലസ് 2√2 മൈനസ് 3 പ്ലസ് √2. അപ്പോൾ -√2 മൈനസ് 3 കട്ടായി പോകും. അത് √2 ആണ്. അപ്പോൾ അത് AP ആണ്. കണ്ടോ, അത് AP ആണ്. തേർഡ് ഓപ്ഷൻ നോക്കാം. 7/3 മൈനസ് 4/3. 3/3 ആണ്, 1 ആണ്. 9/3 മൈനസ് 7/3 അത് 2/3 ആണ്. ഓക്കെ, അത് ഡിഫറെൻ്റ് ആണ്. കണ്ടോ, ഇത് രണ്ടും ഡിഫറെൻ്റ്. അപ്പോൾ A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു A3 മൈനസ് A2. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 3. ദിസ് ഈസ് അവർ ആൻസർ. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ വാല്യൂ ഓഫ് X ഫോർ വിച്ച് 3 കോൺസിക്യൂട്ടീവ് ടേംസ്. അതിപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് A, ഇത് B, ഇത് C ആണ്. വാല്യൂ ഓഫ് X 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആകുമ്പോൾ നമുക്ക് 2b ഈക്വൽ ടു A പ്ലസ് എന്ന് പറയാം. 2 × X പ്ലസ് 10 ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3x പ്ലസ് 2 എന്ന് പറയാം. 2x പ്ലസ് 20 ഈസ് ഈക്വൽ ടു 5x പ്ലസ് 2 എന്ന് പറയാം. 18 ഈസ് ഈക്വൽ ടു ഇതങ്ങോട്ടേക്ക് എടുത്താൽ 3x ആവും. x ഈക്വൽ ടു 18/3 6 ആവും. 6 ഈസ് ദി ആൻസർ. 6 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th term from the end of the AP. end എന്നാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? -8. ഫസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യണം A അല്ലേ. A ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ഈക്വൽ ടു -8. നമ്മളത് എടുക്കുന്നത് A ആയിട്ടാണ് എടുക്കുന്നത്. CD എത്രയാണ്? കോമൺ ഡിഫറൻസ്. CD കോമൺ ഡിഫറൻസ് -5 മൈനസ് -8 ദാറ്റ് ഈസ് 3. 8 മൈനസ് 5 വരും. കോമൺ ഡിഫറൻസ്. ലാസ്റ്റ് ടൈം L. ലാസ്റ്റ് ടൈം L ഈക്വൽ ടു എത്രയാണ്? 49 ആണ്. നമുക്ക് എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ nth ടൈം ഫ്രം ദി എൻഡ് കാണാനുള്ള ഫോർമുല
nth ടേം ഫ്രം ദി എൻഡ് കാണാനുള്ള ഫോർമുല L മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് ഫോർമുല കേട്ടോ. nth ടേം ഫ്രം ദി എൻഡ്, ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 7th ടേം ഫ്രം എൻഡ്. ഇവിടെ L ഈക്വൽ ടു 7 ആണ്. അപ്പോൾ L ഈക്വൽ ടു 7 അല്ല, ലാസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം, ദാറ്റ് ഈസ് 49 ആണ്. 7 അല്ല, 49 ആണ്. ലാസ്റ്റ് ടൈം എത്രയാണ്? 49 ആണ് ലാസ്റ്റ് ടൈം. n എത്രയാണ്? n ഈക്വൽ ടു 7 ആണ്. n ഈസ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ അവിടെ കൊടുത്താൽ 49 മൈനസ് 7 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് നോക്കി. ഡി നേരത്തെ കണ്ടുപിടിച്ചല്ല, ഡി. സോ ഡി എത്രയാണ്? 3 ആണ് ആൻസർ. ഡി ഈസ് ഈക്വൽ ടു 3 ഇസ് ദി ആൻസർ. അപ്പോൾ 49 മൈനസ് 6 ഇൻറ്റു 3, 49 മൈനസ് 18 എത്ര വരും? 31. 31 ഈസ് ദി ആൻസർ. അപ്പോൾ ഈ ഫോർമുല കൊടുത്തിരുന്നു കേട്ടോ. ലാസ്റ്റ് nth ടേം ഫ്രം ദി എൻഡ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇനി nth ടേം ഫ്രം ദി ബിഗിനിങ് ആണെങ്കിലോ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് nth ടേം ഫ്രം ദി ബിഗിനിങ് കാണാനുള്ള ഫോർമുല. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം an എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇനി ലാസ്റ്റ് ടേം നിന്നാണ് ഫ്രം ദ ലാസ്റ്റ് ടേം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ nth ടേം ഫ്രം ദ ലാസ്റ്റ് ടേം L മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. ദിസ് ഇസ് ദ ഫോർമുല. ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ കോമൺ ഡിഫറൻസ് എപ്പോഴും n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഷോർട്ട് കട്ട് ആണ് കേട്ടോ. CD ഈക്വൽ ടു 7 ആണ് ആൻസർ ആയിട്ട് വരാം. നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് ഇസ് എ വെരി പവർഫുൾ ഷോർട്ട് കട്ട് ആണ്. ഓക്കെ. എപ്പോഴും nth ടൈം ഈ ഫോമിലായിരിക്കും. അതിൽ n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും, നമ്പർ ഓഫ് ടൈംസിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ്. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടൈം ഓഫ് ദ AP, അടുത്ത APയുടെ അടുത്ത ടൈം. അപ്പോൾ റൂട്ട് ഓഫ് 18 നമുക്ക് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് 18 റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 ആണ്, 3 റൂട്ട് ആണ്. റൂട്ട് ഓഫ് 50 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു 25 ആണ്, 5 റൂട്ട് ആണ് കേട്ടോ. ഇങ്ങനെ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 98 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 49 ഇൻറ്റു 2 ആണ്, 7 റൂട്ട് ആണ് കേട്ടോ. 3 റൂട്ട് 5 റൂട്ട് 7 റൂട്ട്. അടുത്ത ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 9 റൂട്ടും ആയിരിക്കും അടുത്ത ഓട്ടോമാറ്റിക്കായിട്ട് വരിക. ഓട്ടോമാറ്റിക്കലി 9 റൂട്ടും ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9 റൂട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ആവും, 81 ആവും. റൂട്ട് ഓഫ് 2 162 വരും. റൂട്ട് ഓഫ് 162 ഇസ് ദി ആൻസർ. ഇതാണ് മെത്തേഡ്. ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർട്ടീൻത് ടേം ഫ്രം ദി എൻഡ് ഓഫ് ദി AP ആണ്. ഇതൊക്കെ NT ചോദിക്കണം കേട്ടോ. NT എന്നാണ് ചോദിക്കണം കേട്ടോ. ഫോർമുല എന്താ? L മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ലാസ്റ്റ് ടൈം L 49, L 14 ആണ്. ഡി എത്രയാണെന്ന് നോക്കിയേ. -8 മൈനസ് 11, ദാറ്റ് ഈസ് -8 പ്ലസ് 11, 3 ആണ് ആൻസർ വരിക. ഡിയുടെ ആൻസർ L 49 മൈനസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 14 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 3 ആണ്. 49 മൈനസ് 11 ഇൻറ്റു 3 ആണ്. 49 മൈനസ് 33 ആണ്. ദാറ്റ് ഈസ് 49 മൈനസ് 14 മൈനസ് 1 അല്ലേ. 14 മൈനസ് 1 എന്ന് പറയുമ്പോൾ ചെറിയ എത്ര വരും? 13 ഇൻറ്റു 3 അല്ലേ, 39 വരും. 49 മൈനസ് 39, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 10 ഈസ് ദി ആൻസർ. 10 ആണ് ആൻസർ ആയിട്ട് വരിക. 10 ഈസ് ദി ആൻസർ. ഓക്കെ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ അതേപോലത്തെ അല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th ടേം ഫ്രം ദി ഇതേപോലെ തന്നെ അല്ല 11th ടേം. അപ്പോൾ n 11 ആണ്, a 10 ആണ്, b 7 മൈനസ് 10 ആണ്, -3 ആണ്, l -62 ആണ്. അപ്പോൾ ഫോർമുല എന്താ? n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ -62 മൈനസ് n എത്രയാണ്? 11th ടേം അല്ലേ, 1 ഇൻറ്റു ഡി എത്രയാണ്? -3 ആണ്. അപ്പോൾ -62 മൈനസ് 10 ഇൻറ്റു -3, -62 പ്ലസ് 30, -62 പ്ലസ് 30, that is equal to -32 is the answer. -32 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ് ക്വസ്റ്റ്യൻ ആണ്. First term of an AP is P and the common difference is Q. Then it's 10th term. T10 കാണാൻ A plus 10 minus 1 into D ആണ്, അല്ലെങ്കിൽ A10. കാരണം AN എന്ന് പറഞ്ഞാൽ A plus n മൈനസ് അല്ലെങ്കിൽ A1 plus n minus 1 into D ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഓഫ് ആൻ AP is P ആണ്. P plus 9 times കോമൺ ഡിഫറൻസ്. അപ്പോൾ P plus 9D ആണ്. DQ ആണല്ലോ. P plus 9Q. P plus 9Q. Option 3 is the answer. P plus 9Q is the answer. ഓക്കെ. കാരണം ഇവിടെ ഫസ്റ്റ് ടൈം തന്നിരിക്കുന്നത് പിയും കോമൺ ഡിഫറൻസ് ക്യൂവുമാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടൈം എ ആണ്, nth ടൈം 84 ആണ്. സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് തന്നിട്ടുണ്ട്. ദെൻ n ഈസ് ഈക്വൽ ടു, അപ്പോൾ nth ടൈം an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ an ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് 84 തന്നെയാണത്. 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് 84. SN കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു a പ്ലസ് n/2 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് 2093/2. SN കാണാനുള്ള ഫോർമുല SN ഈസ് ഈക്വൽ ടു ഫോർമുല SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് SN കാണാനുള്ള ഫോർമുല. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇവിടെ 2 ഇവിടെ ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ n ഇൻറ്റു നമുക്ക് a പ്ലസ് ഒരു ഷോർട്ട് കട്ടാണല്ലോ 2093. 2a ഞാൻ a പ്ലസ് എന്ന് എഴുതി. കാരണം ഇവിടെ നമുക്ക് a എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് അറിയാലോ. a 7 ആണ്. അപ്പോൾ n ഇൻറ്റു 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ 2093 ആണ്. 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി 84 കൊടുക്കാം. ഇവിടെ 84 എന്ന് കൊടുത്താൽ മതി. ഇത് 84 ആണത്. ഇത് 84 ആണ്. അപ്പോൾ നമുക്ക് ഞാൻ ബാക്കി ഇവിടെ എഴുതാൻ പോയിട്ടോ. അപ്പോൾ n ഇൻറ്റു 7 പ്ലസ് അത് മൊത്തത്തിൽ 84 ആണ്. 84 ഈക്വൽ 20 ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ n ഇൻറ്റു ഇത് 91 ഈക്വൽ ടു 2093. n ഇൻറ്റു 91 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാം. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2093/91, ദാറ്റ് ഈസ് 23. 23 ഈസ് ദി ആൻസർ. n ഈസ് ഈക്വൽ ടു 23. വേഗം കിട്ടിയുണ്ടോ? ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ മതി. ഈ 2a a പ്ലസ് എന്നാക്കാം. ഇത് നമുക്ക് ആദ്യം a ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഒരു ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്ന ഒരു ഷോർട്ട് കട്ടാണത്. ഓക്കെ, ദിസ് ഇസ് ദ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അസർഷൻ റീസൺ ടൈപ്പാണ് കേട്ടോ. അസർഷൻ റീസൺ ടൈപ്പാണ്. എ ബി സി ആർ ഇൻ എ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2b ഈക്വൽ ടു എ പ്ലസ് സി. എ ബി സി ആർ എ പി ആണെങ്കിൽ തീർച്ചയായിട്ടും 2b ഈക്വൽ ടു എ പ്ലസ് സി ആവണം. The sum of first 10 odd natural numbers is n square. അത് ഫോർമുലയാണ്, കറക്റ്റ് ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n സ്ക്വയർ ആണ്. ഹെൻസ് ബോത്ത് അസർഷൻ, രണ്ട് അസർഷനും കറക്റ്റ് ആണ്. അസർഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ബോത്ത് അസർഷൻ എ റീസൺ ആർ ട്രൂ. ഇത് കറക്റ്റ് എക്സ്പ്രഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് ഈസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ ചെക്ക് ചെയ്യാം അല്ലേ? നമുക്ക് നോക്കാം. -5/2 -5 -5/2 +5. LCM കാണുന്ന സമയത്ത് -5 + 10/2 5/2 ആണ്. 0 - -5/2 5/2 ആണ്. കറക്റ്റ് ആണ്. AP ആണ്. ഇത് AP ആണ്. അസർഷൻ കറക്റ്റ് ആണ്. The terms of an arithmetic progression cannot have both positive and negative rational numbers. അങ്ങനെ പറയാൻ പറ്റില്ല. നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ വരാം. അപ്പോൾ റീസൺ തെറ്റാണ്, അസർഷൻ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. അസർഷൻ എ ഈസ് ട്രൂ ബട്ട് റീസൺ ആർ ഈസ് ഫോൾസ്. കാരണം ഒരു AP പോസിറ്റീവ് ടേംസും നെഗറ്റീവ് ടേംസ് ഒക്കെ വരാവുന്നതാണ്. അതിൽ നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. nth term of an AP 7n minus, എപ്പോഴും നമ്മൾ പറഞ്ഞാലേ 7n - 4. അപ്പൊ n-ന്റെ കോഎഫിഷ്യന്റ് എന്താ? 7. 7 is the answer. വേണമെങ്കിൽ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. നമുക്കിപ്പോ an is equal to 7n - 4. അപ്പൊ a1 എന്തായിരിക്കും? 7 - 4 3 ആണ്. a2 എന്തായിരിക്കും? 7 - 4 14 - 4 10 ആണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ a2 - a1 10 - 3 = 7. ഇത് അത്ര സമയങ്ങളുടെ കാര്യമില്ല. എങ്ങനെ കിട്ടിയാലും നമ്മൾ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും n-ന്റെ കോഎഫിഷ്യന്റ് വരുള്ളൂ. ഒരു സംശയവും ഇല്ല. അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹർഷ made a wind came using a frame and metal rods. She purchased 8 holes in the frame, each 2 centimeters apart, and then hung 6 metal rods from the frame, as shown in the figure below. The ends of the metal rods are aligned over a line shown by the dotted line in the figure. Okay, 4 the rods are straight and not saying what is the length of the road. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉപയോഗിക്കാം. ഇവിടെ ഫസ്റ്റ് ടൈം 6 മെറ്റൽ റോഡ്സ് അല്ലേ, അതാണ് a = 6 ആയിട്ട് എടുക്കാം. a = 6 ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് a8 ആണ്. ഷീ പർച്ചേസ്ഡ് അങ്ങനത്തെ 8 ഹോൾസ് ആണ്. ഷീ പഞ്ചഡ് 8 ഹോൾസ് ആണ്. അപ്പോൾ ഈച്ച് 2 സെന്റിമീറ്റർ അപ്പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a = 6 എന്ന് പറയാം. a8 29 ആണ്. a8 കാണാനുള്ള ഫോർമുല എന്താണ്? a + 7d ആണ് 29. a8 കാണാനുള്ള ഫോർമുല അറിയാലോ. an = a + n ഒന്ന് കുറയും. a + n = a + n - 1 × d ആണ്. അപ്പോൾ a 6 ആണല്ലോ. അപ്പോൾ 6 + 7d = 29 ആണ്. 7d = എത്ര വരും? അപ്പോൾ 29 - 6 വരും. 7d = 23 എന്ന് എടുക്കാം നമുക്ക്. 23. അപ്പോൾ d = 23/7 വരും. d = 23/7 എന്ന് വരും. ഇനി നമുക്ക്
If all the roads are straight and not saying, then what is the length of the road P? Each 2 centimeter apart, and then hung 6 metal rods from the frame shown in the figure below. About D 23 ആണ്. If all of the roads are straight and not swaying, then what is the length of the road? അപ്പോൾ A4 എത്ര വരും? A4 നമുക്ക് എല്ലാം കണ്ടുപിടിക്കണം. A4 equal to A plus 3D ആണ്. A4 equal to A plus 3D ആണ്. That is equal to 6 plus 3 into D കിട്ടി നമുക്ക് 23/7. 6 plus 3 into 23/7 ആണ് ആ കിട്ടിയിരിക്കുന്നത്. That is equal to 11/7. പെൻസിൽ എടുക്കുന്ന സമയത്ത് 117/7 കിട്ടും. ലെങ്ത് ഓഫ് ദി റോഡ് P. ഇവിടെ ലെങ്ത് ഓഫ് ദ റോഡ് ഇതാണ് P കേട്ടോ. ശരിക്കും ക്ലിയർ ആയിട്ടില്ല. 1 2 3 4 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇതാണ് റോഡ് P. 1 2 3 4 നാലാമത്തെ കേട്ടോ. ഫിഗർ അത്ര ക്ലിയർ ആയിട്ടില്ല, അതാണ് പ്രശ്നം. ഈ റോഡിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ റോഡ്, ദിസ് റോഡ് ഈസ് P. ദിസ് റോഡ് ഈസ് P. ഓക്കെ, ഇതിങ്ങനെ ഒരേ ലൈനിലാണ്, അതാണ് AP ആയിട്ട് വരുന്നത്. ഈച്ച് ഹാസ് 2 സെന്റിമീറ്റർ, ഈച്ച് 2 സെന്റിമീറ്റർ, ഓരോത് 2 സെന്റിമീറ്റർ അപ്പാർട്ടാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ഇത് 6 ആണ്. ഇതാണ് 6 ഇത് 6 സെന്റിമീറ്റർ ആണ്. ഫിഗർ കറക്റ്റ് അല്ല, ശരിക്കും കറക്റ്റ് 6. അപ്പോൾ A6 ആണ്. A is 6 ആണ്. ലാസ്റ്റ് ഇതാണ് A8. ദിസ് ഈസ് A8. 29 എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 29 കിട്ടിയത്. A8 is equal to 29. അപ്പോൾ A plus 70 equal to ഇത് 6 ആണ്. ഫസ്റ്റ് ആദ്യത്തെ റോഡാണ് A1 ഫസ്റ്റ് ടൈം. ലാസ്റ്റ് ടൈം A8 ആണ്. A8 ആണ് 29. A6 ആണ്. A8 എന്ന് പറയുമ്പോൾ A plus 70, കാരണം A equal to A plus -1 into D ആണ്. അപ്പോൾ A6 ആണ് ഫസ്റ്റ് റോഡ്. 6 plus 70 29. അപ്പോൾ D കിട്ടി നമുക്ക്, കണ്ടോ. അപ്പോൾ ഈ റോഡിന്റെ ലെങ്ത് A4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നും 2 സെന്റിമീറ്റർ ഇങ്ങനെ ഡിസ്റ്റൻസ് അകലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡിന്റെ ലെങ്ത്തുകൾ ശരിക്കും പറഞ്ഞാൽ AP-യിലാണ്. ഓക്കെ, അപ്പോൾ A4 A plus 3D ആണ്. റോഡ് P ആണ്, അത് 4th റോഡാണ്. ഓക്കെ, A4 equal to A plus 3D ആണ്. സോ A4 നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. ദാറ്റ് ഈസ് A4. ഇനി നമുക്ക് എന്താ വേണ്ടത്? A plus 3D ആണ്. അപ്പോൾ 1 ഇത് എത്രയാണ്? ഇത് 111 അല്ലെ. LCM എന്ന സമയത്ത് എത്ര വരും? LCM എന്ന സമയത്ത് 111/7. യെസ്, ഇതാണ് P. ദിസ് ഈസ് റോഡ് P. ദിസ് ഈസ് റോഡ് P. ഇതാണ് റോഡ് P. ഓക്കെ, ആ ഫിഗർ തെളിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഫീൽ ചെയ്തു അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്, നാലാമത്തെ, അഞ്ചാമത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, two APs have the same common difference. The first term of one of this is -1 and that of the other is -8. Then the difference between their fourth terms. ഇതാണ് ക്വസ്റ്റ്യൻ. Two APs have the same common difference. The first term of one, common difference same ആണ്. അപ്പോൾ the first term of one is -1. ഫസ്റ്റ് AP എന്ന് പറയുമ്പോൾ -1, -1, -1 plus D, -1 plus 2D, -1 plus 3D, എക്സെട്ര അങ്ങനെ പോകും. And that of other is my APs are the same common to the first term of the one, and that other is അടുത്ത തന്നെ -8, -8 plus D, -8 plus 2D,
-8 പ്ലസ് 3d, എക്സെട്ര എന്ന് പോകും. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഫോർത്ത് ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോർത്ത് ടേംസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T4 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ A4 എന്ന് പറഞ്ഞാൽ A പ്ലസ് 3d ആണ്. ആദ്യത്തേതിൻ്റെ A1 പ്ലസ് 3d ആണ്. ആദ്യത്തേതിൻ്റെ എന്താണ്? A1 പ്ലസ് 3d ആണ് ആദ്യത്തേതിൻ്റെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാലോ. ഫോർത്ത് ടേം അല്ലേ, ഇതാണ് ഫോർത്ത് ടേം. ഫോർത്ത് ടേംസ് നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ പോരെ. then the difference between their fourth terms. അപ്പോൾ -8 പ്ലസ് 3d മൈനസ് ഓഫ് -1 പ്ലസ് 3d. അപ്പോൾ -8 പ്ലസ് 3d മൈനസ് പ്ലസ് 1 മൈനസ് 3d, ഇത് കട്ടായി പോകല്ലോ. അപ്പോൾ -8 പ്ലസ് 1 -7 ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് തിരിച്ചും പറയാം, ഡിഫറൻസ് പറയുമ്പോൾ തിരിച്ചും പറയാം. ഫോർത്ത് തിരിച്ചും പറയാം. തിരിച്ചു പറയുമ്പോൾ -1 പ്ലസ് 3d മൈനസ് ഓഫ് 8 പ്ലസ് 3d, ഇങ്ങനെയും പറയാം. -1 പ്ലസ് 3d മൈനസ് 8 മൈനസ് 3d, ഇത് കട്ടായി പോവും. -1 പ്ലസ് 3d മൈനസ് 8 അല്ലേ, -8 പ്ലസ് 3d, മൈനസ് പ്ലസ് 8 ആവും. അപ്പോൾ 7 വരാം. 7ഉം -7ഉം ആൻസർ ആയിട്ട് വരാവുന്നതാണ്. അവിടെ D1 D2 ഈക്വൽ ആണ്. D1 D2 ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് കൺസിഡർ ചെയ്യെങ്കിൽ 7 ആണ് ആൻസർ. അത് കറക്റ്റായിട്ട് ഒരു പറയുന്നില്ല. ആൻഡ് ദാറ്റ് ഓഫ് ദി ടു APs ആർ ദ സെയിം കോമൺ ഡിഫറൻസ് ദ ഫസ്റ്റ് ടേം ഓഫ് വൺ ഓഫ് ദിസ്, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഫോർത്ത് ടേംസ് ആണ് ചോദിച്ചത്. ശരിക്കും ചോദിക്കേണ്ടത് അത് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെയാണോ, ഇവിടെ നിന്ന് ഇങ്ങനെയാണോ. ഡിഫറൻസ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ആണ്. അപ്പോൾ 7 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 7 ഈസ് ദ കറക്റ്റ് ആൻസർ. ഡിഫറൻസ് പറയുമ്പോൾ ടേക്ക് ഓൺലി ദി അബ്സല്യൂട്ട് വാല്യൂ. ടേക്ക് ഓൺലി ദി അബ്സല്യൂട്ട് വാല്യൂ. ഇപ്പോൾ നെഗറ്റീവ് വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തോളാം. ഓക്കെ. ഡിഫറൻസ് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ആണ്, മോഡ്ലെസ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയാം കേട്ടോ. പോസിറ്റീവായിട്ട് എടുത്താൽ മതി. പോസിറ്റീവ് ഡിഫറൻസ് പറയുമ്പോൾ അത്രയാണ്. ഏതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. ഏതിൽ നിന്ന് മൈനസ് ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നില്ല. സോ ടേക്ക് ദ അബ്സല്യൂട്ട് വാല്യൂ. 7 ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ഇപ്പം തന്നെ കണ്ടില്ലേ, കുറേ ക്വസ്റ്റ്യൻസ് സെയിം കോൺസെപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പം അതുപോലെ ഇനി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിനൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ, വേറെ പുതുതായിട്ടൊന്നും ചോദിക്കാനില്ല. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്തരം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ക്വസ്റ്റ്യൻ പ്ലസ് 10th ലെവൽ CBSE ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത് തന്നെ നമ്മൾ വീണ്ടും കാണാം. താങ്ക് യു.